പോപ്പ് കിങ് മൈക്കിൾ ജാക്സന്റെ ജീവിതത്തെ ആസ്പദമാക്കി കഴിഞ്ഞയാഴ്ച ഇറങ്ങിയ മൈക്കിൾ എന്ന സിനിമ കണ്ടു. മൈക്കിൾ ജാക്സൺ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ലോകത്തിൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ചില ചിത്രങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ മൂൺവാക്ക്, തിളങ്ങുന്ന കയ്യുറകൾ, പിന്നെ ആരും കൊതിക്കുന്ന ആ ശബ്ദം. ഈ മാന്ത്രികതയെ വെള്ളിത്തിരയിൽ എത്തിക്കുക എന്നത് വലിയൊരു വെല്ലുവിളിയായിരുന്നു. എന്നാൽ മൈക്കിൾ ജാക്സന്റെ അനന്തരവൻ, അല്ലെങ്കിൽ ആ കുടുംബത്തിലെ തന്നെ ഒരാളായ ജാഫർ ജാക്സൺ ആ ദൗത്യം അവിശ്വസനീയമായ രീതിയിൽ പൂർത്തിയാക്കി. സിനിമ ആരംഭിക്കുന്നത് ജാക്സന്റെ കുട്ടിക്കാലങ്ങളിലൂടെയും ജാക്സൺ 5 കാലഘട്ടങ്ങളിലൂടെയുമാണ്. ഒരു ചെറിയ കുട്ടിയിൽ നിന്നും ആഗോള പോപ്പ് താരത്തിലേക്കുള്ള മൈക്കിളിൻ്റെ വളർച്ച വളരെ വൈകാരികമായി തന്നെ സിനിമയിൽ ആവിഷ്കരിച്ചിരിക്കുന്നു. തൻ്റെ പിതാവായ ജോ ജാക്സണിൽ നിന്ന് നേരിടേണ്ടി വരുന്ന കഠിനമായ ശിക്ഷണങ്ങളും ബാല്യകാലത്തെ നഷ്ടങ്ങളും മൈക്കിളിൻ്റെ വ്യക്തിത്വത്തെ എങ്ങനെ രൂപപ്പെടുത്തിയെന്നും ചിത്രം വരച്ചിടുന്നു. ഈ സിനിമയുടെ ഏറ്റവും വലിയ കരുത്ത് ജാഫർ ജാക്സൺ തന്നെയാണ്. വെറുമൊരു അനുകരണത്തിനപ്പുറം മൈക്കിളിൻ്റെ ഭാവങ്ങളും ചലനങ്ങളും അദ്ദേഹം സ്വായത്തമാക്കി എന്ന് തന്നെ പറയാം. ത്രില്ലർ, ബില്ലി ജീൻ തുടങ്ങിയ ഐക്കോണിക് ഗാനങ്ങളുടെ പുനരാവിഷ്കാരങ്ങൾ തിയേറ്ററിൽ ഇരിക്കുന്ന പ്രേക്ഷകർക്ക് ഒരു തത്സമയ കൺസേർട്ട് തരുന്ന അനുഭവം തന്നെയായിരുന്നു. ഒരു സംഗീത സിനിമ എന്ന നിലയിൽ മൈക്കിൾ സാങ്കേതികമായി വളരെ മുന്നിട്ട് തന്നെ നിൽക്കുന്നു. 70കളിലെയും 80കളിലെയും അമേരിക്കൻ സംഗീത ലോകത്തെ പുനർനിർമ്മിക്കുന്നതിൽ അത് റീക്രിയേറ്റ് ചെയ്ത് പ്രൊഡക്ഷൻ ഡിസൈനർമാർ വിജയിച്ചു എന്ന് തന്നെ പറയാം. ട്രെയിനിങ് ഡേ പോലുള്ള സിനിമകളുടെ ശ്രദ്ധേയനായ ആൻ്റോയിൻ ഫുക്കു മൈക്കിളിൻ്റെ ജീവിതത്തിലെ വെളിച്ചവും നിഴലും ഒരുപോലെ പകർത്താൻ ശ്രമിച്ചു എന്ന് തന്നെ പറയാം. ജോൺ ലോഗൻ്റെ തിരക്കഥ മൈക്കിളിൻ്റെ സർഗാത്മകതയും അദ്ദേഹത്തിൻ്റെ ഏകാന്തതയും ഒരുപോലെ ചർച്ച ചെയ്യപ്പെട്ടു. എന്നാൽ താരത്തിൻ്റെ ജീവിതത്തിലെ ചില വിവാദപരമായ ഭാഗങ്ങൾ സിനിമ എത്രത്തോളം സത്യസന്ധത പുലർത്തുന്നു എന്നത് ഇപ്പോഴും ചർച്ചാ വിഷയം തന്നെയാണ്. കാരണം അത്തരം വിവാദങ്ങളിലൊന്നും ഈ സിനിമ ടച്ച് ചെയ്തു പോകുന്നില്ല. ജോസഫ് ജാക്സനായി വേഷമിട്ട കോൾമാൻ ഡൊമിംഗോ മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചു. പിതാവിൻ്റെ കർക്കശ സ്വഭാവവും മകനോടുള്ള സ്നേഹവും കലർന്ന ആ കഥാപാത്രം സിനിമയിൽ വലിയൊരു സ്വാധീനം തന്നെ ചെലുത്തി എന്ന് തന്നെ പറയാം. മൈക്കിളിൻ്റെ അമ്മ കാതറിൻ ജാക്സനായി എത്തിയ നിയ ലോങ്ങും തൻ്റെ വേഷം വളരെ മനോഹരമാക്കി തന്നെ ചെയ്തു. ശരിക്കും ഈ മൈക്കിൾ എന്ന സിനിമ ഒരു പൂർണ്ണ ബയോപിക് ആണോ അതോ ആരാധകർക്കുള്ള ഒരു സമർപ്പണമാണോ എന്ന ചോദ്യത്തിന് രണ്ടിനും ഇവിടെ സാധ്യതയുണ്ട് എന്നാണ് നമ്മൾ വിലയിരുത്തുന്നത്. പല വലിയ സംഗീതജ്ഞർ പോലും മൈക്കിൾ ജാക്സന്റെ സ്വാധീനത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഈ സിനിമയിലെ ഗാനങ്ങൾ ഓരോന്നും നൊസ്റ്റാൾജിക് ഫീൽ തരുന്നതായിരുന്നു. പിന്നെ മൈക്കിൾ ജാക്സന്റെ ജീവിതത്തിലെ പല കറുത്ത പാടുകളെയും സിനിമ പലയിടത്തും തൊട്ടില്ല എന്ന മട്ടിൽ തന്നെ കടന്നു പോകുന്നു. ഇത് മൈക്കിൾ ജാക്സൺ എസ്റ്റേറ്റിൻ്റെ മേൽനോട്ടത്തിൽ നിർമ്മിച്ച സിനിമയായതുകൊണ്ട് തന്നെയാകാം ഇത്. പക്ഷേ ഈ കഥ ഇവിടെ തീർന്നില്ലെന്നും ഇനിയും ഒരു ഭാഗം വരാനുണ്ടെന്നും എന്ന ഒരു സൂചന നൽകിക്കൊണ്ടാണ് സിനിമ ഫുൾ സ്റ്റോപ്പ് ഇടുന്നതെന്നും കാണാം. ഇൻ ഷോർട്ട്, മൈക്കിൾ സിനിമ ഒരു കലാകാരൻ്റെ ജീവിതത്തെ ആഘോഷിക്കുന്ന ഒന്നാണ്. പോപ്പ് സംഗീതത്തെ സ്നേഹിക്കുന്നവർക്കും മൈക്കിൾ ജാക്സന്റെ ആരാധകർക്കും ഇതൊരു അവിസ്മരണീയമായ അനുഭവം തന്നെയാണ്. മൈക്കിൾ ജാക്സൺ എന്ന പ്രതിഭയെ അടുത്തറിയാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു ചിത്രമാണിത്.